അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്തെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററായ ഇലക്ട്രിക് കറണ്ട് 9ലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററായ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഈസി എക്സ്പ്ലനേഷൻ ആൻഡ് പാർട്ട് 1 വീഡിയോ ആണ് ഇത്. മാക്സിമം ലെങ്ത് കുറച്ചിടാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ലെങ്ത് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. പുതിയ വീഡിയോസിനായി റീബുക്ക് എന്ന് പറയുന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. മെയിൻലി നമ്മൾ 10ാം ക്ലാസ്സിൻ്റെയും 9ാം ക്ലാസ്സിനെയാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ 9ാം ക്ലാസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചാപ്റ്ററിൻ്റെ പേര് ഇലക്ട്രിക് കറണ്ട് 7ാമത്തെ ചാപ്റ്ററാണ് ധാര വൈദ്യുതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ളത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, സോഴ്സ് ഓഫ് EMS, പ്രൈമറി സെക്കൻഡറി സെൽസ്, കോമ്പിനേഷൻ ഓഫ് സെൽസ്, ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട്. ഇന്ന് നമ്മൾ പാർട്ട് 1 ഇത്രയും പഠിക്കും. ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, സോഴ്സ് ഓഫ് EMS, പ്രൈമറി സെൽ, സെക്കൻഡറി സെൽ, സോഴ്സ്, കോമ്പിനേഷൻ ഓഫ് സെൽ, ഇലക്ട്രിക് കറണ്ട്, ഇത് ഫുള്ള് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഒരു കോംപ്രമൈസ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഈ പടങ്ങൾ നോക്കിക്കേ. ഈ പടം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഇത് മക്കളെ, ഇതാണ് കപ്പാസിറ്റർ, ഇത് ബട്ടൺ സെല്ലാണ്. ഓക്കെ, ഇത് ഈ ഇലക്ട്രിക് കറണ്ടിനോട് ഇതെന്തിനിത്? അപ്പോൾ ഈ ഒരു ഇത് കണ്ടോ, ഇത് വയറുമായി ബൾബിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ ഇതിൽ കപ്പാസിറ്റർ കുറച്ച് നേരമാണ് ബൾബിനെ കത്തിക്കുള്ളൂ. പക്ഷേ ബട്ടൺ സെല്ല് കുറേ നേരത്തേക്ക് നമുക്ക് ഇതിനെ കത്തിക്കും. അപ്പോൾ കുറേ നേരത്തേക്ക് നമുക്ക് ബട്ടൺ സെല്ല് ഉപയോഗിക്കാൻ പറ്റും. ഇതൊരു ബട്ടൺ സെല്ലാണ്. അതിൽ കൂടെ ഇങ്ങനെ കറണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്, ബൾബ് കത്തുന്നുണ്ട്. തുടർച്ചയായി വൈദ്യുതി ചാർജിൻ്റെ പ്രവാഹം ഉണ്ടാകുന്നു. ദെയർ ഈസ് എ കണ്ടിന്യൂസ് ചാർജ് ഓഫ് ദ ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ എപ്പോഴും അതാണ് തുടർച്ചയായിട്ട് അതിൻ്റെ ചാർജ്, ഇലക്ട്രിക് കറണ്ടിൻ്റെ പ്രവാഹം അവിടെ ഉണ്ടാവുകയാണ്. വൈദ്യുതി ചാർജിൻ്റെ പ്രവാഹം അവിടെ ഉണ്ടാവുന്നു. കാരണം എന്താ, അവിടെ ഒരു ബട്ടൺ സെല്ലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് കുറേ നേരത്തേക്ക് ചാടുന്നത്. ചാർജുകളുടെ ചലനം സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവാഹം സൃഷ്ടിക്കുന്നു. ഫ്ലോ ഓഫ് ചാർജസ് പ്രൊഡ്യൂസ് ഇലക്ട്രിക് കറണ്ട് ത്രൂ എ സർക്യൂട്ട്. Flow of produce an electric current through a circuit. ചാർജുകളുടെ ചലനം സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവാഹം സൃഷ്ടിക്കുന്നു. ഇനി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. ഒരു വസ്തുവിനെ തറനിരപ്പിൽ നിന്നും ഉയർത്തുമ്പോൾ ലഭിക്കുന്ന പൊട്ടൻഷ്യൽ. ദ പൊട്ടൻഷ്യൽ ആൻഡ് ഒബ്ജക്റ്റ് വെൻ റൈസ്ഡ് അബൌട്ട് ദ ഗ്രൗണ്ട് ലെവൽ. ഇപ്പോൾ ഇവിടുത്തെ എയും ഇവിടുത്തെ ബിയും നോക്കിയേ, രണ്ടിലും വെള്ളം നിറച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ടോ എന്തു വരുന്നില്ല, ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം ചലിക്കുന്നില്ല. ഇങ്ങോട്ടോ വെള്ളം ചലിക്കുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇവിടുത്തെ ഇതിനെ കുറച്ച് ഹൈറ്റ് വെക്കുകയാണ്. ഓക്കെ, നമ്മളപ്പോൾ കുറച്ച് ഹൈറ്റ് കൂട്ടി, ഇവിടെ ഇതിൽ ഹൈറ്റ് കുറച്ച് കൂട്ടി. അപ്പോൾ ദേ എയിൽ നിന്ന് ബിയിലേക്ക് എന്ത് പോകുന്നുണ്ട്? എന്താ പോകുന്നേ? വെള്ളം പോകുന്നു. അത് കാരണം ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ കാരണമാണ്. അത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ കാരണമാണ്. ഒരു വസ്തു നിരപ്പായ സ്ഥലത്ത് നിന്നും ഉയർത്തിയ സ്ഥലത്തേക്ക് നിന്നും ലഭിക്കുന്ന പൊട്ടൻഷ്യൽ കാരണമാണ്. ദ പൊട്ടൻഷ്യൽ ഓഫ് ദ ആൻ ഒബ്ജക്റ്റ് വെൻ ഇറ്റ് ഈസ് റൈസ്ഡ് അബോവ് ദ ഗ്രൗണ്ട് ലെവലിനകത്ത് പൊക്കത്തേക്ക് വെക്കുമ്പോൾ അതിനൊരു പൊട്ടൻഷ്യൽ. ഓക്കെ, ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ വ്യത്യാസം. എന്താണ് ഈ പൊട്ടൻഷ്യൽ വ്യത്യാസം? എന്താണ് നോക്കിയേ, ഒരു സർക്യൂട്ടിലെ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് യൂണിറ്റ് ചാർജിനെ ചലിപ്പിക്കുന്ന ആവശ്യമായ പ്രവൃത്തി അളവ് ആണ് അവയ്ക്കിടയിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് എ സർക്യൂട്ട്. ദ ക്വാളിറ്റി ഓഫ് ദ വർക്ക് ഡൺ മൂവ് എ യൂണിറ്റ് ചാർജ് ബിറ്റ്വീൻ ദിസ് 2 പോയിന്റ്സ്. രണ്ട് സർക്യൂട്ടിൽ ഒരു ബിന്ദുവിൽ നിന്നും മറ്റൊരു ബിന്ദുവിലേക്ക്
അഥവാ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്. അതിനെ ചലിപ്പിക്കാൻ, ആ യൂണിറ്റിനെ ചലിപ്പിക്കാൻ ആവശ്യമായ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ദ വർക്ക് ഡൺ മൂവിങ് ടു യൂണിറ്റ് ചാർജ് അളവാണ് അവയ്ക്കിടയിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അഥവാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദർ 2 പോയിൻറ്റ്സ്, അവരുടെ രണ്ടിനും തമ്മിലുള്ള പൊട്ടൻഷ്യൽ. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ടുണ്ട്, അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് തന്നേക്കുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു പ്രവൃത്തി ബൈ ചാർജ്. അഥവാ മക്കളെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ചാർജ്. ഇതിനെ നമ്മളെ ഇക്വേഷനിലേക്ക് എഴുതുമ്പോൾ വി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യു, വി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യു എന്നെഴുതും. ഒന്ന് പഠിച്ചു വച്ചിരിക്കുക, ഓക്കെ. നേരത്തെ മാറ്റി വെക്കണം, കാരണം ഇത് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ബോക്സിലാക്കി പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ, ഇക്വേഷൻ ബോക്സിലാക്കി പഠിച്ചു വെച്ചിരിക്കുക. ഇനി ഈ ഒരു പിരമിഡ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഈ ഒരു പിരമിഡ് നിങ്ങൾ പഠിച്ചറിഞ്ഞു വെച്ചിരിക്കണം കേട്ടോ, കാരണം നമ്മൾ കുറച്ച് ഇക്വേഷൻസ് പറയാൻ പോകണം. ഇത് വെച്ചിട്ട് വി ഈസ് ഈക്വൽ ടു, നമ്മൾക്ക് വി കണ്ടുപിടിക്കണമെങ്കിൽ ഇത് തമ്മിൽ എന്ത് ചെയ്താൽ മതി, ഡിവൈഡ് ചെയ്താൽ മതി, അഥവാ ഡബ്ല്യു ബൈ ക്യു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്യൂ ആണെന്ന് വെച്ചാൽ, ക്യൂ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഡബ്ല്യു ബൈ വി ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, വി ബൈ ഡബ്ല്യു ഡി. നമുക്ക് ഇനി എന്താ കണ്ടുപിടിക്കാനുള്ളത്, ഇനി നമുക്ക് ഡബ്ല്യു കണ്ടുപിടിക്കാനാണെങ്കിൽ വി ഇൻറ്റു ക്യൂ ചെയ്താൽ മതി. അപ്പോൾ ഈ 3 ഇക്വേഷൻസും പഠിച്ചു വെച്ചേക്കണം, അറിഞ്ഞു വെച്ചിരിക്കണം. ഓക്കെ ആണോ? ഓക്കെ. ഇനി 1 വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ജൂളാണ് അല്ലെങ്കിൽ എത്ര കുളമ്പാണ്? ഓക്കെ, കുളമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എന്താണ് മക്കളെ, ഇതിൻ്റെ കുളമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ യൂണിറ്റാണ്, കുളമ്പും ജൂളും. ഓക്കെ, അപ്പോൾ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് ഒരു കുളമ്പ് വൈദ്യുതി ചാർജ് എത്തുവാൻ ചെയ്യുന്ന പ്രവൃത്തി 1 ജൂളാണ് ആണെങ്കിൽ ആ ബിന്ദുവിൽ തമ്മിലുള്ള പൊട്ടൻഷ്യൽ 1 വാൾട്ടായിരിക്കും, അല്ലെങ്കിൽ 1 വാൾട്ടായിരിക്കും. കാരണം ഇംഗ്ലീഷ് ഞാൻ പറയണോ, അതിൻ്റെ ഒരു ഇത് പറഞ്ഞാൽ പോരെ? ഓക്കെ, അത് ഞാൻ പറയാം. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് ഓക്കെ. എന്ന് പറഞ്ഞാൽ ഒരു ബിന്ദുവിൽ നിന്ന് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷേർഡ് 1 വർക്ക് ഡൺ ഓഫ് ദ 1 column ഈസ് ഓഫ് ഇലക്ട്രിക് ചാർജ് ഓഫ് ദ 1 point to another 1 joule when the potential difference between this point said to be 1 volt. അഥവാ ഒരു ബിന്ദുവിൽ നിന്ന് അടുത്ത ബിന്ദുവിലേക്ക് വൈദ്യുതി ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു കുളമ്പാണെന്ന് വിചാരിക്കുക, ഒരു കുളമ്പാണ്. അതിനെ പ്രവർത്തിക്കാൻ അഥവാ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന പ്രവൃത്തി 1 ജൂളാണ് എങ്കിൽ ഇതും അല്ലെങ്കിൽ ഈ 2 ബിന്ദുക്കളുണ്ടാവുമല്ലോ, ഈ 2 ബിന്ദുക്കളും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം അഥവാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വാൾട്ടായിരിക്കും. ഉറപ്പിച്ചു വെച്ചോ, അറിഞ്ഞു വെച്ചോ, പഠിച്ചു വെച്ചോ. ഓക്കെ ആണോ? തെറ്റാണോ? ഓക്കെ. എന്നാൽ ഇതാണ് പഠിച്ചു വെക്കേണ്ടത്, ഇതാണ് പഠിച്ചു വെച്ചിരിക്കേണ്ടത്. 1 വാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ജൂൾ ബൈ 1 column. ഓക്കെ, ഇതാണ് അതിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെച്ചോ, ഇക്വേഷൻ പഠിച്ചു വെച്ചോളൂ.
വ്യത്യാസം പഠിച്ചു വെച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ വോൾട്ടേജ് വോൾട്ട്മീറ്റർ ഇതിനെയൊക്കെ കുറിച്ചാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കിയേ. വൈദ്യുതി പ്രവാഹത്തിനുള്ള സർക്യൂട്ടിലെ ഏതെങ്കിലും രണ്ട് ബിന്ദുക്കളുടെ ഇടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസത്തെ വോൾട്ടേജ് എന്ന് പറയും. അഥവാ നമ്മൾ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് വേറൊരു പേര് പറയുകയാണ് വോൾട്ടേജ്. നമ്മൾ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് വേറൊരു പേര് പറയാണ് വോൾട്ടേജ് അഥവാ the potential difference between any 2 points in a current flowing circuit is also called voltage. ഓക്കെയാണോ? EMFിൻ്റെ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെയും യൂണിറ്റ് വോൾട്ടാണ്. അഥവാ യൂണിറ്റ് ഓഫ് ബോത്ത് വോൾട്ടേജ് ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് വോൾട്ട്. അതിൻ്റെ യൂണിറ്റ് പഠിച്ചു വെച്ചിരിക്കുക. യൂണിറ്റ് എന്തായിരിക്കും? വോൾട്ടായിരിക്കും. ഓക്കെ, പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ് മക്കളെ? വോൾട്ട് മീറ്ററാണ്. അഥവാ ഇതാണ് വോൾട്ട് മീറ്റർ. എങ്ങനെയാണ് മെഷർ അഥവാ പൊട്ടൻഷ്യൽ വ്യത്യാസം എങ്ങനെയാണ്? ഇല്ല, വോൾട്ട് മീറ്ററിൻ്റെ സിമ്പലാണത്. ഓക്കെ, ഇനി വോൾട്ട് മീറ്ററിന് ഒരു പോസിറ്റീവ് ടെർമിനലുണ്ട്, ഒരു നെഗറ്റീവ് ടെർമിനലും ഉണ്ട്. നെഗറ്റീവ് ടെർമിനലും ഉണ്ട്. അപ്പോൾ സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ഇതിൻ്റെ പോസിറ്റീവ് ടെർമിനലോട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കണം. എന്നാൽ മാത്രമാണ് കറക്റ്റായിട്ടുള്ളത്. ഇതിൻ്റെ പൊട്ടൻഷ്യൽ വ്യത്യാസം 1.5 ആണ്. ഇവിടെ നമുക്ക് കാണാം 1.5 മാർക്ക് ചെയ്തിട്ട്. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, നമുക്ക് എങ്ങനെ പഠിക്കാനാണ് പറ്റുന്നത്. ഒരു വൈദ്യുതി സർക്യൂട്ടിലെ ഒരു ബിന്ദുവിൻ്റെ പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്താൻ ഉപയോഗിക്കുന്ന ഊർജ സ്രോതസ്സിനെ വൈദ്യുതി സ്രോതസ് എന്നാണ് പറയുന്നത്. A source of current, electric current is a source of energy used to maintain a potential difference between 2 points in a electric circuit. ഓക്കെ, സെറ്റല്ലേ? അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ സോഴ്സ് ഓഫ് EMS. നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. സോഴ്സ് ഓഫ് EMSൽ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണ് അതിൻ്റെ എക്സാമ്പിളുകൾ. മാത്രം പഠിച്ചാൽ മതി. എന്താണ്? ജനറേറ്റർ, ഡൈ സെല്ല്, സോളാർ സെല്ല്, വോൾട്ടാ സെൽ, ഇതൊക്കെയാണ് നമ്മുടെ സോഴ്സ് ഓഫ് EMSൻ്റെ എന്താണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊർജ്ജമാറ്റമായിരിക്കും അഥവാ എനർജി ചേഞ്ച് ആയിരിക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ജനറേറ്റർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ജനറേറ്ററിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. ഈ ജനറേറ്ററിൽ നിന്ന് ഏത് എനർജി ചേഞ്ചാണ് വരിക? ഇവിടെ മക്കളെ മെക്കാനിക്കൽ ചാർജ് എന്താകുന്നു? ഇലക്ട്രിക്കൽ എനർജി ആകുന്നു. എന്താകുന്നു? മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക് എനർജി ആകുന്നു. ഇനി സോളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ് എനർജിയാണ്. കാരണം സൂര്യനിൽ നിന്ന് ലൈറ്റ് അടിച്ചിട്ടാണ് സോളാർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റ് എനർജി ഇലക്ട്രിക് എനർജി ആകുന്നു. അഥവാ യാന്ത്രിക ഊർജം എന്താകുന്നു? എന്താണ്? പറയൂ. നിങ്ങൾക്ക് പറയാൻ പറ്റല്ലേ, ഞാൻ പറയണല്ലേ. യാന്ത്രിക ഊർജം വൈദ്യുത ഊർജമാകുന്നു. സോളാർ സെൽ അല്ലേ, സോളാർ എനർജി അഥവാ ലൈറ്റ് എനർജി എന്ന് പറഞ്ഞാൽ പ്രകാശൂർജം എന്താകുന്നു? ഇതെന്താ
മറ്റേ വൈദ്യുതി ഊർജമാണ്. ഇനി ഇതിൻ്റെ അകത്തൊക്കെ എന്താണ് നിറച്ചിരിക്കുന്നത്? കെമിക്കൽസാണ്. അപ്പോൾ ഇവിടെ കെമിക്കൽ എനർജി എന്താകുന്നു? ഇലക്ട്രിക് എനർജി ആകുന്നു. അഥവാ രാസോർജം എന്താവുന്നു? വൈദ്യുതി ഊർജമാകുന്നു. രാസോർജം വൈദ്യുതി ഊർജമാകുന്നു. അത്രേ ഉള്ളൂ. മലയാളം ഞാൻ എഴുതുന്നില്ല, ഞാൻ പറഞ്ഞു പോവാണ്. ഓക്കെ, രണ്ടെണ്ണം ഉണ്ട്. ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, അതൊന്ന് ചെയ്ത് വെച്ചേക്കാം. ഇനി കോമ്പിനേഷൻ ഓഫ് സെൽസ്. 2 തരത്തിലുള്ള കോമ്പിനേഷനാണുള്ളത്. ഫസ്റ്റത്തെ ശ്രേണി രീതി അഥവാ സീരീസ് കണക്ഷൻ അഥവാ സെൽസ് ഒരുമിച്ച് ഇങ്ങനെ കണക്ട് ചെയ്യണതാണ് ശ്രേണി രീതി അഥവാ സീരീസ് കണക്ഷൻ എന്ന് പറയാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ EMF അല്ലെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ 4.5 വാൾട്ടായിരിക്കും. അഥവാ ഇത് തമ്മിൽ കൂട്ടിയാൽ മതി. മെസ്സേജ് ഡിലീറ്റ് ചെയ്തോന്ന് ഇതിൻ്റെ അകത്താണ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മൾ കൂട്ടുക. 1.5 പ്ലസ് 1.5 പ്ലസ് 1.5 ഈക്വൽ ടു 1.5 പ്ലസ് 1.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. അത് കഴിഞ്ഞിട്ട് ഒരു 1.5 കൂടി ആകുമ്പോൾ 4.5 വാൾട്ട് ഇങ്ങനെ വരും. ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ശ്രേണി രീതി എന്താണെന്ന് നോക്കുക. ഒരു സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനൽ രണ്ടാമത്തെ സെല്ലിൻ്റെ നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുന്നത് ശ്രേണി രീതിയിൽ സെല്ലുകളുടെ എണ്ണം കൂട്ടുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടുന്നു. ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് വൺ സെൽ കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് സെക്കൻഡ് സെൽ ഹാസ് ദ നമ്പർ ഓഫ് സെൽ സീരീസ് കണക്ഷൻ ഇൻക്രീസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അഥവാ ഇങ്ങനെ കൂട്ടി വെച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴും അതിൻ്റെ പൊട്ടൻഷ്യൽ വ്യത്യാസം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ചെയ്യുള്ളൂ. ഇനി രണ്ടാമത്തെ രീതിയാണ് സാമന്ത രീതി അഥവാ പാരലൽ കണക്ഷൻ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും, ഇങ്ങനെ അഥവാ പാരലായിട്ടായിരിക്കും കണക്ട് ചെയ്യണേ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂട്ടുകയല്ല, ആകെ അതിൻ്റെ പൊട്ടൻഷ്യൽ വ്യത്യാസം ഒരു സെല്ലിൻ്റെ ആയിരിക്കും. ഓക്കെ, ഞാൻ എളുപ്പ വഴിയാണ് പറഞ്ഞു തരുന്നത്, അല്ലാതെ ഇതുള്ള വഴിയല്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു EMF പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ആണ്. ഒരെണ്ണത്തിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഇതിൻ്റെ അകത്ത് തന്നെ. പക്ഷേ 3 സെല്ല് പിടിപ്പിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇത് നോക്കിക്കേ, സാമന്ത രീതി. ഓക്കെ, പാരലൽ കണക്ഷൻ. ഒരു സെല്ലിൻ്റെ പ്ലസും മൈനസും അല്ലെങ്കിൽ നെഗറ്റീവും പോസിറ്റീവും എന്നിവ ക്രമം അടുത്ത സെല്ലിൻ്റെ പ്ലസും പോസിറ്റീവുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന രീതിയാണിത്. സാമാന്ത്രിക രീതി. ഇതൊക്കെ സാമാന്ത്രിക കേട്ടോ, എനിക്ക് നേരത്തെ തെറ്റിപ്പോയി. ഓക്കെ, സാമാന്ത്രിക രീതിയിൽ സമാന സെല്ലുകൾ ക്രമത്തിൽ ലയിപ്പിക്കുന്ന സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് തുല്യമായി പൊട്ടൻഷ്യൽ വ്യത്യാസം മാത്രമേ ലഭിക്കുകയുള്ളൂ. അഥവാ ഇൻ പാരലൽ കണക്ഷൻ ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽസ് ഓഫ് ദ one cell are connected to the positive and negative terminals to the next cell respectively. Even the identical cells are arranged in parallel and infinite potential difference for the combination is equal than the one cell. ഒക്കെയാണ്. ഇത് മനസ്സിലായോ? 2 തരത്തിലുള്ള സെൽ കോമ്പിനേഷൻസ് ആണുള്ളത്. രണ്ടും നമ്മൾ പറഞ്ഞു. ഇനി പ്രൈമറി സെൽ.
ഇനിയാണ് പ്രൈമറി സെൽസിനെ പ്രൈമറി ആയിട്ടും തിരിച്ചിട്ടുണ്ട്, സെക്കൻഡറി ആയിട്ടും തിരിച്ചിട്ടുണ്ട്. പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഉപയോഗിക്കാൻ പറ്റാത്ത സെൽസാണിത്. റൈസ് സെൽ, ബട്ടൺ സെൽ, വോൾട്ടാ സെൽ, ബാക്കിയുള്ളതൊന്നും നിങ്ങൾ പഠിക്കേണ്ട, അതുകൊണ്ട് ഞാൻ ഇത് ഇങ്ങനെ പറഞ്ഞതാണ്. ഓക്കെ. ഇനി സെക്കൻഡറി സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റും. ഇതിനെ സ്റ്റോറേജ് സെൽസ് എന്നും പറയും. അടുത്തത് ഓക്കെ, ഇത് ഇത്രയും ഇതിൻ്റെ അകത്ത് പഠിച്ചാൽ മതി. ഇനി വേണമെങ്കിൽ നമ്മൾ കൂടുതൽ അടുത്ത പാർട്ട് 2 വീഡിയോ നിങ്ങളെല്ലാവരും കാണണം കേട്ടോ. ഇനി ഇൻ്റർസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് അഥവാ വൈദ്യുത ഇത് ഭയങ്കര ഇതാണല്ലോ, പ്രവാഹ തീവ്രത. ഓക്കെ, മലയാളം കുറച്ച് പാടല്ലേ. ഓക്കെ, ഇൻ്റർസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് യൂണിറ്റ് സമയത്തിൽ ഒരു ചലകത്തിലൂടെ ഒഴുകുന്ന വൈദ്യുതി ചാർജിൻ്റെ അളവിനെയാണ് വൈദ്യുതി പ്രവാഹ തീവ്രത അല്ലെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി, ഇൻ്റർസിറ്റി ഓഫ് ദ ഇലക്ട്രിക് കറണ്ട് ഓർ കറണ്ട് ഈസ് ക്വാണ്ടിറ്റി ഓഫ് ദ ഇലക്ട്രിക് ചാർജ് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ പെർ ടൈം. അങ്ങനെ ഇതിലൂടെ ഒഴുകുന്ന അഥവാ ഒരു യൂണിറ്റ് സമയത്തിൽ ഇതിലൂടെ ഒഴുകുന്ന ഒരു അളവ് വൈദ്യുതി ചാർജിൻ്റെ അളവിനെയാണ് എന്ത് പറയുന്നത്? ഇൻ്റർസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇനി ഇതെന്ത് സാധനം? ഓക്കെ, ഇതിനെക്കുറിച്ച് നമ്മൾ പാർട്ട് 2 നന്നായിട്ട് വ്യക്തമാക്കുന്നതായിരിക്കും. പാർട്ട് 2 കേട്ടോ. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു ഷോർട്ട് ഫോം ആയാലും, ഇപ്പം നമ്മൾ ഇത്രയും ഒരു വലിയതായിട്ട് പറഞ്ഞു, ഇനി അതിനെ ഒന്ന് ഷോർട്ട് ഫോം ആക്കിയാലോ? ഷോർട്ട് ഫോം ആക്കാം. അപ്പോൾ ഫിസിക്സിൻ്റെ 9ാം ക്ലാസ്സിലെ ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയതാണ്, അതുകൊണ്ടാണിത്. ഓക്കെ, പ്രസൻസ് റീബുക്ക് എഡ്യൂക്കേഷൻസാണ് നമ്മുടെ തന്നെ എഡ്യൂക്കേഷൻ. ഓക്കെ, വാട്ട് ഈസ് ഇലക്ട്രിക് കറണ്ട്? അതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ത്രൂ ദ കണ്ടക്ടർ. ഒരു കറണ്ടിലൂടെ ഇലക്ട്രിക് ചാർജ് ഒഴുകുന്നത് അതാണ് ഇലക്ട്രിക് കറണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇലക്ട്രിക് ചാർജ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. ഓക്കെ, അതിൻ്റെ സിമ്പിൾ ക്യൂ ആണ്. ഇലക്ട്രിക് ചാർജിൻ്റെ സിമ്പിൾ ക്യൂ ആണ്. യൂണിറ്റ് കൊളംബാണ് കേട്ടോ. ഇനി വസ്തുക്കളിലുള്ള വൈദ്യുതി സ്വഭാവം ഇലക്ട്രിക് ചാർജ് എന്ന് വിളിക്കുന്നു. വൈദ്യുതി സ്വഭാവത്തിന് എന്താണ് വിളിക്കുന്നത്? ഇലക്ട്രിക് ചാർജ്. ഇതൊന്നും അറിഞ്ഞു വെച്ചുകൊണ്ട് പോയാൽ മതി. ഇത് നമ്മൾ വലിയതായിട്ട് പഠിച്ചു, ഇനി അതിനെ ചെറുതാക്കാം കേട്ടോ. ഇനി ഫോർമുല ഓഫ് ദ ഇലക്ട്രിക് കറണ്ട് ഫോർമുലയാണ്. ഓക്കെ, I = Q/ടൈം. അഥവാ I എന്ന് പറഞ്ഞാൽ കറണ്ടാണ്, Q എന്ന് പറഞ്ഞാൽ ചാർജ്, T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം. ഒന്ന് പഠിച്ചു വെച്ചിട്ട് പോവുക. ഇനി യൂണിറ്റ് ഓഫ് കറണ്ടിൻ്റെ യൂണിറ്റ് SI യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംബിയറാണ്. നമ്മൾ നേരത്തെ ഒരു ഇത് കണ്ടില്ലേ, അതിൻ്റെ യൂണിറ്റാണ് ആംബിയർ കേട്ടോ. ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയറാണ്. ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് എന്താണ്? ആംബിയറാണ്. ഓക്കെ ആണോ? ഇനി മെഷർ ഇൻസ്ട്രുമെൻറ്റ് ആംബമീറ്റർ അല്ലേ, അമ്മീറ്ററാണ്. നമ്മൾ നേരത്തെ ഒരു ബോക്സ് പോലെ കണ്ടില്ലേ, അതിനെയാണ് അമ്മീറ്റർ എന്ന് പറയുന്നത്. കറണ്ട് അളക്കാൻ ഉപയോഗിക്കുന്നതാണ് അമ്മീറ്റർ. ഓക്കെ, ഇനി ഇലക്ട്രിക് കറണ്ട്. ഓക്കെ, ഇലക്ട്രിക് സർക്യൂട്ടിൻ്റെ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ഉണ്ട്, വയറുണ്ട്, സ്വിച്ച് ഉണ്ട്, ബൾബുണ്ട്. ഓക്കെ, അതിൻ്റെ അകത്തുള്ള ഇതെന്താണ്? ബാറ്ററി, വയറ്, സ്വിച്ച്, ബൾബ്. ഇത്രയാണ് ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ ഉണ്ടാവുക. ഇനി എക്സാമ്പിൾ ഓഫ് പ്രോബ്ലംസ്. ഒരു പ്രോബ്ലംസിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓക്കെ, അത് വേറെ ഉണ്ട്. ഓക്കെ ആണോ? ഇത് നോക്കിക്കേ, എക്സാമ്പിൾ ഓഫ് പ്രോബ്ലം. 10 ഇതുള്ള ഒരിത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? അതിൻ്റെ ഒരു എക്സാമ്പിളാണ് കേട്ടോ ഇതെങ്ങനെയുണ്ട്? ഇത് ഇത്രയും ഒരു ഷോർട്ട് ഫോമിലാക്കി നമ്മൾ തന്നിരിക്കുകയാണ് നിങ്ങൾക്ക്.
നിങ്ങൾക്ക് ഇത്രയും ഒരു നല്ലൊരു ഇതായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യണം. കാരണം എന്താ, നമ്മളിത്ര അപ്പോൾ വളരെ ഇതായിട്ട് അഥവാ വളരെ കൃത്യതയോടെ നമ്മളിന്ന് പഠിച്ച ഒരു ചാപ്റ്ററായിരുന്നു ഇലക്ട്രിക് കറണ്ടിൻ്റെ പാർട്ട് 1 വീഡിയോ. ഇതിൻ്റെ പാർട്ട് 2 വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി റീബുക്ക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക ഈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, സി യു അഗെയിൻ.